വീണ്ടും ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഈ പാത്രത്തിൽ അങ്ങോട്ട് നിരത്തി വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം. നമുക്ക് ആദ്യം നമ്മുടെ ഈ സവാള വേണം. സവാള ഞാൻ ഒരെണ്ണം എടുത്തേക്കുന്നത്. കൊച്ചുള്ളി ഉണ്ടെങ്കിൽ അതായിരിക്കും കേട്ടോ കുറച്ചുകൂടെ നല്ലത്. ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി എടുക്കാം, ഭംഗിക്ക് അവിടെ ഇരുന്നോട്ടെ. പിന്നെ നമുക്കൊരു 10-12 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വേപ്പില, അത് കഴിഞ്ഞ് ഒരു 4 വറ്റൽമുളക് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതിനെ മിക്സിയിൽ അങ്ങോട്ട് അരച്ചങ്ങോട്ട് എടുക്കാം. പേസ്റ്റ് പരുവത്തിലാവണ്ട, ഏകദേശം ഇതേ പരുവത്തിൽ ഇരുന്നാൽ മതി കേട്ടോ. വെള്ളമൊന്നും ഒഴിക്കരുത്, മറന്നു പോകാൻ പാടില്ല. ഓക്കെ, നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഐറ്റം വന്നിട്ടുണ്ട് ഗൈസ്. നമുക്ക് നോക്കാം. നമ്മുടെ മുട്ടയുടെ മഞ്ഞ അഥവാ എഗ് യോക്ക് ആണ് നമ്മുടെ മെയിൻ താരം. ഇനി ഞാനൊരു ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ അരച്ച് വെച്ചിട്ടുള്ള മിക്സ് അതിനൊന്ന് നമുക്കൊന്ന് അങ്ങോട്ട് മൂപ്പിച്ച് അങ്ങോട്ട് എടുക്കാം. അപ്പോൾ മൂക്കൊക്കെ പൊത്തി പിടിച്ചോളം, കാരണം നല്ല എരിവ് അങ്ങോട്ട് മൂക്കിലൊക്കെ കയറും. വീട്ടിലാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നിന്നൊക്കെ ചീത്തയാക്കാനുള്ള നല്ല ചാൻസ് ഉണ്ട്, കാരണം മൂക്കിലൊക്കെ കയറും. അപ്പം ഞാനിതിനെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കട്ടെ. വെളിച്ചെണ്ണ കുറവ് തോന്നുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഏകദേശം മുട്ട പുഴുങ്ങിയതിൽ ഞാൻ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഉപ്പ് നോക്കിയതിന് ശേഷം മാത്രമേ ഉപ്പിനി ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇനിയിപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് കട്ടായി പോയതാണ്. അപ്പോൾ നന്നായി അങ്ങോട്ട് മൂപ്പിച്ചങ്ങോട്ട് എടുക്കുക. കളർ അങ്ങോട്ട് കണ്ടില്ലേ, അടിപൊളി യെല്ലോയിഷ് കളറാണ് വന്നേക്കണേ. അപ്പോൾ നന്നായി അത് മൂത്ത് വരട്ടെ. എന്നിട്ട് കുറച്ച് സമയം അടച്ച് വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പം ഞാൻ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ മെയിനായിട്ടുള്ള എഗ് യോക്ക് നമുക്കിതിലോട്ട് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. പൊടിച്ചിടരുത് കേട്ടോ, പൊടിയാണ്ട്. ഇനി നമുക്കിതിനെ മിക്സ് ചെയ്തെടുക്കണം. ആ മിക്സിങ്ങിലാണ് ഗൈസ് കാര്യം. ഞാനപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. നന്നായി മിക്സ് ചെയ്ത് അടിപൊളിയായിട്ട് നമ്മുടെ സൂപ്പർ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് കഴിച്ച് നോക്കാം. കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പം നമ്മൾ സൂപ്പർ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഇത്തിരിയും കൂടെ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആഹാ, എന്താ അന്തസ്, സൂപ്പറാണ് കേട്ടോ, വെറുതെ പറയാമല്ലോ. അടിപൊളി ടേസ്റ്റാണ്, മസ്റ്റ് ട്രൈ ഐറ്റം ആണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.